കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് എറണാകുളം മാർക്കറ്റിനും. കാലങ്ങളായി നഗരത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആശ്രയിച്ചു പോന്ന മാർക്കറ്റിന്റെ കാലാനുസൃതമായ വികസനത്തിനായി 2 പതിറ്റാണ്ടിലേറെയായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായിരുന്നില്ല. ആ ലക്ഷ്യമാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത്. മൊത്തത്തില് ഫുൾ അപ്പിയറൻസ് അങ്ങ് മാറി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കൊള്ളാം. അവസാനം വരെ കാത്തുസൂക്ഷിച്ചാൽ മതി. ഇതേപോലെ തന്നെ മഴ വരുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. കയറിയപ്പോൾ തന്നെ നല്ല ഒരു ആംബിയൻസ് തോന്നുന്നുണ്ട്. കാരണം ഒരു ഫയർ പ്രൊട്ടക്ഷനും പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റും പിന്നെ ഇതൊരു ഇത്തിരി ക്ലോസ്ഡ് ആയിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇത് ഹാൾ ഇതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ പുതിയ മാർക്കറ്റ് വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഴയ മാർക്കറ്റിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ, പിന്നെ വാഹന പാർക്കിങ്, പിന്നെ വണ്ടികൾ പിടിച്ച് ഇറക്കി പോകാനുള്ള സമയം കുറച്ച് കുറവുണ്ട്. മാർക്കറ്റിൽ മുമ്പ് വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായി. ഇവിടെ ഒരു ജെൻസ് ലേഡീസിൻ്റെ ബാത്റൂം അങ്ങനെയുള്ള പ്രശ്നം, അതിനുള്ള എല്ലാ സൗകര്യം 10-22 ബാത്റൂം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. I like the market outside much more than inside because of the walls you don't have a big market feeling. മൂന്നാമത്തെ തലമുറ അപ്പോൾ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ കച്ചവടം എങ്ങനെയാണെന്നുള്ളത്. മുമ്പത്തെ പോലെ ഈ ചെളിയിലൊന്നും ചവിട്ടാത്തതുകൊണ്ട് അതുപോലെ പാർക്കിംഗ് 150ഓളം കാറ് പാർക്ക് ചെയ്യുക, 10-100ഓളം 2 വീലർ പാർക്ക് ചെയ്യുക. ഈ മാർക്കറ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചേക്കുന്നത് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരാണ്. ഒരു 60ഓളം കുടുംബങ്ങൾ പട്ടിണിയായിട്ട് ഇത് പണിത് കഴിഞ്ഞപ്പോൾ അവരെങ്ങോട്ട് പോകുന്നുള്ളൊരു ആശങ്കയിലാണ്.